പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ ഈസി ആയിട്ട് പുട്ടുപൊടി വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് പുട്ടുപൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നും അതുപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. അതിനുശേഷം 4 മണിക്കൂർ അതൊന്ന് കുതിർന്നു വരാനായിട്ട് വയ്ക്കാം. പുട്ടുപൊടി ഉണ്ടാക്കാനായിട്ട് അധിക സമയമൊന്നും ഇത് കുതിർന്നു വരാൻ വെക്കണ്ട. 3 മണിക്കൂർ 4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ തന്നെ മതിയാകും. അത്രയും സമയം സോക്ക് ചെയ്തെടുത്താൽ മതിയാകും. പച്ചരി നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4-5 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളയുന്നതിനായി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിലേക്ക് ഇട്ട് ഒരു 10-20 മിനിറ്റ് അരിപ്പയിൽ തന്നെ വെച്ചിരുന്നാൽ ഇതിലെ വെള്ളമെല്ലാം ഊറിപ്പോയിക്കോളും. അരിയിലെ വെള്ളം മൊത്തം വാർന്നു പോയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് അരി ഇട്ട് കൊടുക്കാം. മുഴുവനോടെ ഇടരുത്. മിക്സിയുടെ ജാർ അടച്ചതിന് ശേഷം 6 സെക്കൻഡ് ഇതൊന്ന് പൊടിച്ചെടുക്കാം. 6 സെക്കൻഡ് മാത്രം പൊടിച്ചാൽ മതിയാകും. അതിനുശേഷം അത് തുറന്നിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കാം. മിക്സി ഒന്നുകൂടെ അടച്ചതിന് ശേഷം വീണ്ടും ഒരു 6 സെക്കൻഡ് കൂടെ പൊടിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ക്ലോസ് ചെയ്ത് ഒരു 6 സെക്കൻഡ് കൂടെ ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. പുട്ടിന് കുറച്ച് തരി ആവശ്യമുണ്ട്, അതുകൊണ്ട് അധികം പൊടിക്കരുത്. 6 സെക്കൻഡ് വെച്ച് 3 പ്രാവശ്യം പൊടിച്ചാൽ മതിയാകും. ഇത് പുട്ടിന്റെ അരിപ്പയിലേക്ക് തന്നെ ഇട്ടൊന്ന് അരിച്ചെടുക്കാം. അധികം വലുപ്പവും ഇല്ല, എന്നാൽ തീരെ നൈസും അല്ലാത്ത ഹോൾസ് ആണ് ഈ അരിപ്പയ്ക്കുള്ളത്. അതിലിട്ട് ഇത് നന്നായിട്ട് ഈ പുട്ടിന്റെ പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ 3 ഗ്ലാസ് അരി ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തത്. ഈ 3 ഗ്ലാസ് അരി പൊടിച്ചെടുക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മതിയാകും. ഈ ബാക്കി വരുന്ന ഇതിനകത്ത് കുറച്ച് തരി ബാക്കി ഉണ്ടാകും. അത് മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഴയതുപോലെ തന്നെ കുറച്ചും കൂടെ അരി ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സെക്കൻഡ് വീതം 3 പ്രാവശ്യം 6 സെക്കൻഡ് വീതം പൊടിച്ചെടുത്ത് അരിച്ചെടുക്കാം. അരി മുഴുവൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഈ പാത്രവും പൊടിയൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തുടർന്ന് 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മൊത്തം ഒരു 8 മിനിറ്റ് നേരത്തോളം വറുത്താൽ മതിയാകും. ഈ പൊടിയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. അതാണ് പാകം. പൊടി നല്ലവണ്ണം തണുത്തതിന് ശേഷം പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യമായത്ര പൊടി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുട്ടിന് വളരെ കുറച്ച് ഉപ്പ് മാത്രം മതിയാകും. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. പുട്ടുപൊടി അത്യാവശ്യം നനയണം, എന്നാൽ നനവ് അധികമായി പോവുകയും ചെയ്യരുത്. അപ്പൊ പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. വല്ലാതെ ബലം പ്രയോഗിച്ച് പുട്ടിങ്ങനെ കുഴച്ച് എടുക്കണ്ട. വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് നനച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിങ്ങനെ ഷേപ്പ് വരും. ആ ഒരു പാകം വരെ നനച്ചാൽ മതിയാകും. അതിനുശേഷം ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തോളം മൂടി വെക്കുക. ഇതുപോലെ നനച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യും. അപ്പൊ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. 10 മിനിറ്റിന് ശേഷം പൊടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടിന്റെ പൊടി അത്യാവശ്യം ഒന്ന് നനയണം, അല്ലെങ്കിൽ അത് കുത്തിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അധികം ഒട്ടും നനയാനും പാടില്ല. പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം.
അതിനുശേഷം പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ഇടാം, പിന്നീട് കുറച്ച് അരിപ്പൊടി ഇടാം. അങ്ങനെ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 കഷ്ണമായിട്ടോ 3 കഷ്ണമായിട്ടോ ഈ പുട്ടുണ്ടാക്കാവുന്നതാണ്. പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ വല്ലാതെ ബലം പ്രയോഗിച്ചൊന്നും നനയ്ക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ടേ നനയ്ക്കാൻ പാടുള്ളൂ. ബലം പ്രയോഗിച്ചൊന്നും കുഴച്ചെടുക്കരുത്. പുട്ട് ഭയങ്കര ഹാർഡായി പോവും. അതുപോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ഈ പൊടി ഇങ്ങനെ അമർത്തി വെക്കരുത്. സാവകാശം മെല്ലെ തന്നെ ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ കുത്തി അമർത്തി വെക്കാൻ പാടില്ല. പുട്ടിന് വെള്ളം ചേർത്ത് നനയ്ക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും പുട്ടിൽ. അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കണം. അതേപോലെ തന്നെ പൊടി വറുക്കുമ്പോഴും നനയ്ക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടും കുറ്റി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ആവി വരുന്നത് വരെ ഏകദേശം 2 മിനിറ്റ് നേരത്തോളം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആവി വന്നതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി ഒരു 3 മിനിറ്റ് നേരത്തോളം വെക്കുക. അപ്പോഴേക്കും പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പുട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇത് മെല്ലെ നമുക്കൊന്ന് കുത്തിയെടുക്കാം. അധികം ബലം പ്രയോഗിക്കാതെ മെല്ലെ ഈ പുട്ടൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ ഒരല്പസമയം ഒന്ന് മാറ്റി വെച്ചാൽ മായമില്ലാത്ത പുട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതുപയോഗിച്ച് നല്ല രുചികരമായ പുട്ടും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.